ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രണ്ട് സാധനങ്ങൾ എന്താണ് എന്നുള്ളത് പറഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ രണ്ട് കാര്യങ്ങളാണ്. സ്പീഡ്, വെലോസിറ്റി. ഈ രണ്ട് വസ്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. സ്പീഡ്, വെലോസിറ്റി. സ്പീഡ് എന്താണെന്നുള്ള നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വെലോസിറ്റിയും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്തത്, ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പീഡ് എന്ന് വിളിക്കുക. ഡിസ്റ്റൻസിനെ കേട്ടോ, എല്ലാ ഡിസ്റ്റൻസിനെയും അല്ല. ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ആ ഒരു സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയാം. സ്പീഡ് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു സെക്കൻഡ് എന്നുള്ളതാണ്. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒരു സെക്കൻഡ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ്. ഒരു സെക്കൻഡിൽ സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുക? സ്പീഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണത്തിന്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു കാറ് കൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ്. പോകുന്നത് ഒരു 20 മീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു. അതായത് എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്ററാണെന്ന് വിചാരിക്കാം. ഈ 20 മീറ്റർ സഞ്ചരിക്കാൻ ഒരു സെക്കൻഡ് എടുത്തുള്ളൂ എങ്കിൽ എനിക്കെന്ത് പറയാം? എൻ്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡാണ്. സ്പീഡിൻ്റെ യൂണിറ്റ് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് സ്പീഡിൻ്റെ യൂണിറ്റ് വരിക കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുക? കണ്ടില്ലേ? 2.5 മീറ്റർ പെർ സെക്കൻഡ്, 7.5 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ അതാണ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയാം. എന്നാൽ ഞാൻ ആ 20 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും എന്നറിയോ? 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അതെങ്ങനെയാണ് കിട്ടുകയെന്നല്ലേ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്പീഡ് കണ്ടെത്തണം എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എത്രയാണെന്നുള്ളത് നോക്കാം. എന്നിട്ട് ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ടോട്ടലായിട്ട് എത്ര ടൈം എടുത്തു, 2 സെക്കൻഡോ 3 സെക്കൻഡോ എത്ര സെക്കൻഡാണോ എടുത്തത് എന്നുള്ളത് നോക്കുക. അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അതായത് സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. ഇക്വേഷനെ നോട്ടിൽ എഴുതണം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ സ്പീഡിനെ കുറിച്ച് എന്താണ് സ്പീഡ് എന്നുള്ളത് പറഞ്ഞു. എന്താണ് സ്പീഡ് ഒക്കെ നോട്ടിൽ എഴുതണം കേട്ടോ. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഇനി സ്പീഡ് എന്താ? സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈമിനെയാണ് സ്പീഡ് എന്ന് പറയാം. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താ? സ്പീഡിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് സ്പീഡിൻ്റെ യൂണിറ്റ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് സ്പീഡിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കൂടിയുണ്ട്. ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഓരോരോ അക്ഷരങ്ങളുണ്ടാകും. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്ന് കൊടുക്കും, വെലോസിറ്റിയെ വി എന്ന് കൊടുക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു സാധനമുണ്ട്, അതിന് ഒരു അക്ഷരം നമുക്ക് പറയാം. അപ്പോൾ വെലോസിറ്റി എന്താണെന്നുള്ളത് നോക്കാം. വെലോസിറ്റി പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ബോഡിക്ക് എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? സ്പീഡ് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡ് കൊണ്ടുണ്ടായ ഡിസ്റ്റൻസിനെയാണ് സ്പീഡ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്
ഇൻ യൂണിറ്റ് ടൈം. അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് കണ്ടെത്തുക. പക്ഷേ ഡിസ്റ്റൻസ് അല്ല അവിടെ വരിക, എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള വാക്കാണ് വരിക. വെലോസിറ്റിക്ക് എന്താണോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക കേട്ടോ, അത് മറക്കരുത്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഏത് മുകളിൽ തന്ന ചിത്രം ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള ചിത്രം, അത് തന്നെ എടുക്കുക അല്ലേ. അതുതന്നെയാണോ, നമ്മൾ ഇവിടെ നിന്ന് വായിച്ചു നോക്കാം കേട്ടോ, അത് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത്. ഡു യു നോട്ടീസ് കണ്ടോ? പുട്ട് ഇൻ ദ സിറ്റി, ഹോപ്പ് യു നോ ദാറ്റ് എക്സസ് സ്പീഡ് ആർ കെയർലെസ് ഡ്രൈവിംഗ് ആർ ടു മേജർ റീസൺ ഫോർ ആക്സിഡൻറ്റ്. Let us use the measurement of figure 9.2. 9.2 ഏതാണെന്നുള്ളത് നോക്കണം. 9.2 എന്ന് പറയുന്നതാ ഈ ചിത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ആ ചിത്രം ഉണ്ടല്ലോ, ഇത് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനാണ് പറയുന്നത്. 9.2 നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്, ഈ ബോക്സ് കംപ്ലീറ്റ് ആക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ മീറ്റർ, ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഇൻ സെക്കൻഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് ടൈം. ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പോൾ ഡു അനദർ ആക്ടിവിറ്റി. ദ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ദ ഓഫീസ് ആൻഡ് ബാക്ക് ഹോം വാസ് 600 സെക്കൻഡ്. അതായത് ഈ ചിത്രത്തിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 600 സെക്കൻഡ് സമയമെടുത്തു അല്ലേ. 600 സെക്കൻഡ് സമയമെടുത്തു ഈച്ച്. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ 600 സെക്കൻഡും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ 600 സെക്കൻഡ് എടുത്തു. ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ് ട്രൈ ടു കംപ്ലീറ്റ് ദിസ് ടാബിൾ. ഈ ടാബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. ഓൺ റീച്ചിങ് ദ ഓഫീസിലെത്തുന്ന സമയത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? ഓഫീസിലെത്തുന്ന സമയത്ത് ഹോസ്പിറ്റലിന് മുന്നിൽ കൂടിയാണ് പോണത്. 600ഉം 300ഉം ആകെ എത്ര മീറ്റർ ഉണ്ട്? 900 മീറ്ററാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. 900 മീറ്റർ എന്ന് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ, തുടങ്ങിയത് വീട്ടിൽ നിന്ന് അവസാനിക്കുന്നത് ഓഫീസിൽ. ഇപ്പോൾ എത്ര മീറ്റർ ഉണ്ട്? സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 480 മീറ്റർ അല്ലേ. 480 മീറ്ററാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേണി ഇൻ സെക്കൻഡ്. എത്ര സെക്കൻഡ് എടുത്തു വീട്ടിൽ നിന്ന് ഓഫീസിലെത്താൻ? 600 സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 900 ബൈ ടൈം എത്ര എടുത്തത്? 600. അപ്പോൾ 900/600 ചെയ്യുക. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 0 0 വെട്ടും. 9/6 എന്ന് വരും. 9/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എന്നുള്ള ആൻസറാണ് കിട്ടുക. 1.5. ഓക്കെ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് കണ്ടെത്തണം. നമുക്കവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ്, അതായത് വെലോസിറ്റി എത്രയെന്നുള്ളത് കണ്ടെത്തണം. വെലോസിറ്റി എത്ര വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിയത് 480 മീറ്റർ എന്നല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ടൈം എടുത്തിട്ടുണ്ട്? 600 സെക്കൻഡ്. 480 ഡിവൈഡഡ് ബൈ 600 ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണോ ആൻസർ വരുന്നത് അതായിരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. ഇനി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്, ഓൺ റീച്ചിങ് ബാക്ക് ടു ഹോം. ഈ ചിത്രത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ട് നോക്കിക്കോളൂ. റേഷൻ കാർഡിൻ്റെ മുന്നിൽ കൂടെ വരുന്നത് 660ഉം 420ഉം മൊത്തം 1080 അവിടുത്തെ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റോ അത് സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെ 480 മീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരും. അല്ല, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ, ഒക്കെ മാത്രം നോക്കിയാൽ മതി. 480 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ നോക്കാം. 480 ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 1080ഉമാണ്. ടൈം ടേക്കൺ 600. അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസും സ്പീഡും വെലോസിറ്റിയും കിട്ടും. അത് രണ്ടും ഇവിടെ എഴുതി കൊടുക്കുക. വെലോസിറ്റിയും അതുപോലെ തന്നെ സ്പീഡും എപ്പോഴെങ്കിലും ഈക്വലായിട്ട് വരും. എപ്പോഴും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണെങ്കിൽ വെലോസിറ്റിയും സ്പീഡും ഈക്വലായിട്ട് വരും. സ്ട്രൈറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഈക്വലായിട്ട് വരിക. അദ്ദേഹം വീട്ടിൽ നിന്നും തുടങ്ങിയിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ട് ടോട്ടൽ വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാൻ പറ്റുക?
തുടങ്ങിയത് വീട്ടിൽ നിന്ന് അവസാനിക്കുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വെലോസിറ്റിയും 0 ആവും കേട്ടോ. അതൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ ഓർത്ത് വയ്ക്കാം. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ എഴുതണം. ഇതിൻ്റെ ക്വസ്റ്റ്യന് എയിൽ നിന്ന് തുടങ്ങി ബിയിലൂടെ സിയിലേക്ക് എത്തി 70 മീറ്ററൊക്കെ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ച സ്പീഡ് എത്രയാണ്, വെലോസിറ്റി എത്രയാണെന്നുള്ള എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് സിയിലെത്തുമ്പോഴതൊന്നും നോക്കാം, അല്ലെങ്കിൽ ബിയിലെത്തുമ്പോഴതൊന്നും നോക്കാം. ഇതിന് ബോക്സ് ഒന്നും ഇല്ല അല്ലേ. ആദ്യം എയിൽ നിന്നും ബിയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ്? 60 മീറ്റർ. ടൈമോ 6 സെക്കൻഡ്. അപ്പോൾ അവിടുത്തെ സ്പീഡ് എത്രയായിരിക്കും വരിക? 60/6 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുക. സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ല, എയിൽ നിന്ന് ബിയിലെത്തുമ്പോഴുള്ളത് മാത്രം കേട്ടോ, ബിയിലെത്തുമ്പോഴുള്ളത് മാത്രം. എ ടു ബി. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? അത് 60 തന്നെയാണ്, കാരണം സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്. ഓക്കെ, 60. സമയം പിന്നെ മാറുന്നില്ലല്ലോ, 6 സെക്കൻഡ് തന്നെ. അപ്പോൾ അവിടുത്തെ അതെന്ത് കിട്ടി? അതും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടി. അതായത് സ്ട്രൈറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡും വെലോസിറ്റിയും രണ്ടും ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക. ഇനി അദ്ദേഹം സിയിലേക്ക് എത്തി. ബിയിലൂടെയാണ് സിയിലേക്ക് എത്തുന്നത്. സിയിലേക്ക് എത്തുമ്പോൾ ശരിക്കും കേട്ടോളൂ, സിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്ററാണ്. 60ഉം 40ഉം 100 മീറ്ററാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 70 മീറ്ററാണ്. അതിൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, സ്ട്രൈറ്റ് ലൈനിനെയാണ് അത് 70 മീറ്റർ. അപ്പോൾ അത് കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ക്ലിയറാണ്. ഇനി ടൈം എത്രയാണ്? ടൈം അദ്ദേഹം സഞ്ചരിച്ചത് എയിൽ നിന്നും ബിയിലൂടെ സിയിലേക്കാണ് സഞ്ചരിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെ എയിൽ നിന്ന് തുടങ്ങി സിയിലെത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് ബിയിലെത്താൻ 6 സെക്കൻഡും ബിയിൽ നിന്ന് സിയിലെത്താൻ 4 സെക്കൻഡും, മൊത്തം 10 സെക്കൻഡാണ്. അത് ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെൻറ്റിനൊക്കെ നിങ്ങൾ 10 സെക്കൻഡ് തന്നെ കൊടുക്കേണ്ടത്, അല്ലാതെ 70ൻ്റെ അവിടെ ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. നമുക്ക് എയിൽ നിന്ന് തുടങ്ങി സിയിലെത്താൻ, അത് ഏത് വഴി കൂടെ അയാൾ സഞ്ചരിച്ചോട്ടെ, അത് സഞ്ചരിക്കാൻ എടുത്ത സമയം 10 സെക്കൻഡാണല്ലോ. അപ്പോൾ നമുക്ക് പറയാം അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 100 കിട്ടിയിരുന്നു, 100/10 10 എന്ന് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്നാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 70 മീറ്ററാണ്. ടൈം എത്ര തന്നെയാണ്? 10 സെക്കൻഡ് തന്നെ. അപ്പോൾ 70/10 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും വെലോസിറ്റി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും, അതുപോലെ തന്നെ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റീനെ കുറിച്ചാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.